മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനായിട്ട് ഇ ഡി വീണ വിജയന് കഴിഞ്ഞ ആഴ്ച നോട്ടീസ് അയച്ചിരുന്നു. അതായത് ഈ മാസം ആദ്യം നോട്ടീസ് അയച്ചിരുന്നു. അപ്പോൾ വീണ വിജയൻ പറഞ്ഞത് എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ഹാജരാകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇ ഡി പറഞ്ഞു ഓക്കെ ശരി. 2 ദിവസം കഴിഞ്ഞിട്ട് ഇ ഡി വീണ്ടും ഒരു നോട്ടീസ് അയച്ചു. അതായത് നാളെ ഹാജരാവണമെന്ന്. അതായത് ജൂൺ 17 തീയതി ബുധനാഴ്ച കൊച്ചിയിലെ ഇ ഡിയുടെ സോണൽ ഓഫീസിൽ ഹാജരാവണമെന്ന് ഇ ഡി ഒരു കത്ത് അയച്ചു. വീണ്ടും ഒരു സമൻസ് അയച്ചു. അപ്പോൾ ഇന്ന് വരെ, അതായത് ഇതുവരെയായിട്ട് വീണ ഞാൻ ഹാജരാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറുപടി ഇ ഡിക്ക് അയച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ വിജയൻ നാളെ ഹാജരാകും എന്ന് നമുക്ക് അനുമാനിക്കാം. വീണയുടെ വായിൽ നിന്നും ഇ ഡിക്ക് ചോദിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നാൽ, എന്തിനാണ് വീണയുടെ ഉടമസ്ഥയിലുള്ള കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന എസ്ലാലോജിക്കൽ എന്ന കമ്പനിക്ക് CMRL 50 ലക്ഷം രൂപ നൽകിയത്? ആ ഒരൊറ്റ ഉത്തരം മാത്രം വീണയുടെ വായിൽ നിന്നും ഇ ഡിക്ക് കിട്ടണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഈ AKG സെൻറ്ററിൽ നിന്നും, അതായത് തിരുവനന്തപുരത്തെ AKG സെൻറ്ററിൽ നിന്നും ചില ബുദ്ധിജീവികളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ചില രാഷ്ട്രീയ ഇടതുപക്ഷ നിരീക്ഷകർ, ചില CPM നേതാക്കളൊക്കെ പറഞ്ഞത്, ഈ എന്തുകൊണ്ടാണ് വീണയ്ക്ക് ഈ 50 ലക്ഷം രൂപ CMRL കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ കൊടുത്തത് ഈ ചില സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ, അതായത് ഏറ്റവും വില കൂടിയ സോഫ്റ്റ്വെയർ എന്നാണ് ഈ CPMകാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഈ MS വേർഡ്, MS എക്സൽ, ഔട്ട്ലുക്ക് അങ്ങനത്തെ ചില സോഫ്റ്റ്വെയർ ആണ് നൽകിയത്. ആ ഒരു സേവനവുമായി ബന്ധപ്പെട്ടാണ് 50 ലക്ഷം രൂപ വീണയ്ക്ക് ലഭിച്ചത് എന്നാണ് പറയുന്നത്. ഈ 4 സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കമ്പ്യൂട്ടർ കടയിൽ പോയാലും അവർ ആ സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന കടകൾ ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. അത് മാത്രമല്ല, നമുക്കിത് ഗൂഗിളിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ്. ഇങ്ങനെയാണ് ചില CPMലെ ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 2-3 ദിവസങ്ങളായി ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ CMRLന്റെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരണസ് കർത്തയും, അതോടൊപ്പം തന്നെ CMRLന്റെ ഡയറക്ടറും, അതോടൊപ്പം തന്നെ എംപവർ ഇന്ത്യയുടെ ഡയറക്ടർമാരായ ജയ കർത്ത എന്നിവരെയൊക്കെ ഇ ഡി ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടാതെ അവരുടെ മകനെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കിട്ടുന്ന തെളിവുകൾ, അതിൽ നിന്നൊക്കെ കിട്ടുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വീണയെ നാളെ വിശദമായി ചോദ്യം ചെയ്യുക. ആദ്യത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകണം, അതുമായി ബന്ധപ്പെട്ട് സമൻസ് അയച്ചപ്പോൾ ഒരു 15-16 ചോദ്യാവലികളൊക്കെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. പക്ഷേ വീണയ്ക്ക് ഇപ്പോഴും പേടിയാണ്. കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഒരു ജാമ്യം ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണയ്ക്ക് എന്തായാലും ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അത് ജാമ്യ ഹർജി എന്തായാലും കോടതിയിൽ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇ ഡി പറയും നമ്മൾ വീണയെ അറസ്റ്റ് ചെയ്യാനൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല, അപ്പോൾ വെറും ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത്. അപ്പോൾ ആ ഒരു നീക്കം ഹൈക്കോടതിയിൽ പാളും. അപ്പോൾ വീണ എന്തോ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഒരു പ്രാഥമികമായ ഒരു സംശയം അല്ലെങ്കിൽ ഒരു തെളിവുണ്ടാകും. നിലവിൽ മാധ്യമങ്ങളുടെ കണ്ണിലൊന്നും പെടാതെ ഒളിച്ചും പാത്തും, അതായത് കൊച്ചിയിൽ എത്തുന്ന വീണയ്ക്ക് ഏതെങ്കിലും ഭൂമിയുടെ അടിയിൽ കൂടെ എന്തെങ്കിലും തുരങ്കമുണ്ടെങ്കിൽ അതുവഴി കയറി നേരി ഇ ഡിയുടെ ഓഫീസിലേക്ക് കയറാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ AKG സെൻറ്ററിലെ ബുദ്ധിജീവികൾ മാപ്പ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം മാധ്യമങ്ങൾ എന്തായാലും നാളെ 1-2 യൂണിറ്റ് എന്തായാലും മാധ്യമങ്ങൾ ഇ ഡിയുടെ ഓഫീസിൽ മുമ്പിൽ എന്തായാലും ഉണ്ടാവും. കൂടാതെ അതിൻ്റെ ഒരു പ്രതിഫലനം തിരുവനന്തപുരത്തും ഉണ്ടാവും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വഴുതക്കാട് വസതിയിൽ എന്തായാലും മാധ്യമങ്ങളുടെ ഒരു യൂണിറ്റ് എന്തായാലും ഉണ്ടാവും. എന്താണ് അഭിപ്രായം എന്ന് അറിയാനായിട്ട്. ഇപ്പോൾ സാധാരണ എന്തായാലും സ്ഥിരം ഡയലോഗായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്, എൻ്റെ മടിയിൽ കനമില്ല, നമ്മുടെ കൈ ശുദ്ധമാണ്, ഇ ഡി നമ്മളെ വേട്ടയാടുന്നു, കേന്ദ്ര സർക്കാർ നമ്മളെ വേട്ടയാടുന്നു എന്നൊക്കെയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ SFIO എന്ന ഒരു കേന്ദ്ര ഏജൻസി, അത് ഈ അടുത്ത കാലത്താണ് ഈ കേസുമായി CMRL എസ്ലാലോജിക്കുമായി ബന്ധപ്പെട്ട ആ കേസ് വന്നതോടുകൂടിയാണ് SFIO എന്നൊരു കേന്ദ്ര ഏജൻസിയെ പറ്റി CPMലെ നേതാക്കൾ തന്നെ അറിഞ്ഞത്. ഈ SFIO പറ്റി അറിഞ്ഞപ്പോൾ, ആദ്യം കേട്ടപ്പോൾ CPMലെ നേതാക്കൾ വിചാരിച്ചത് ഈ സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതായത് SFIയുടെ ഒരു ഘടക കക്ഷിയാണ്, അല്ലെങ്കിൽ SFIയുടെ ഒരു വേറൊരു സഹോദര സ്ഥാപനം അല്ലെങ്കിൽ സഹോദര സംഘടനയാണ് ഈ SFIO എന്നാണ് ആദ്യം ഈ CPMലെ കുറേ ബുദ്ധിജീവികൾ വിചാരിച്ചത്. പിന്നെയാണ് കുറച്ച് വിവരമുള്ളവർ പറഞ്ഞു കൊടുത്തത് അതല്ല, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റാണ് ഈ SFIO എന്ന് പറയുന്നത്. അതായത് കോർപ്പറേറ്റ് മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, അതോടൊപ്പം തന്നെ അവിടെ കോർപ്പറേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികൾ, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, അതിനെ അന്വേഷിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു അന്വേഷണ വിഭാഗമാണ് SFIO എന്ന്
പറഞ്ഞത്. അതോടുകൂടി SFIയുടെ നിർണായകമായ ഒരു നീക്കം എന്ന് പറയുന്നത്, അപ്പം EDക്ക് വേണമെങ്കിൽ ഇപ്പോൾ നാളെ ഒരു അറസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും വീണ വിജയനെ നാളെ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യം, അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെയുണ്ട്. അതൊരു കാരണം കൃത്യമായ ഉത്തരം നൽകിയില്ലെങ്കിൽ എന്തായാലും ED ഉദ്യോഗസ്ഥർ എന്തായാലും കട്ടക്കലിപ്പിലാണ്. കാരണം തിരുവനന്തപുരത്ത് റെയ്ഡിന് വന്ന സമയത്ത് ED ഉദ്യോഗസ്ഥരെ കൊല്ലാൻ വേണ്ടി നോക്കി. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച മാനുഷിക പരിഗണന കൊടുക്കണ്ട എന്നാണ് ED ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുപോരാഞ്ഞിട്ട് SFI നിർണായകമായ ഒരു തെളിവ് EDക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ്ലാലോജിക്കൽ CMR ഈ രണ്ടുപേരുടെ ഇടയിൽ ഒരു കള്ളപ്പണം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് SFIO നേരെ അത് EDയുടെ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തതും ED അന്വേഷണം വേണമെന്ന് SFIO ഹർജിയിൽ പറഞ്ഞതും റിപ്പോർട്ട് നൽകിയതും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED കളത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ചോദ്യം, എന്തിനാണ് ഈ വീണയ്ക്ക് 50 ലക്ഷം രൂപ കൊടുത്തത്? എന്ത് സേവനത്തിനാണ് CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ വീണയ്ക്ക് 50 ലക്ഷം രൂപ കൊടുത്തത് എന്ന കൃത്യമായ ഉത്തരം വീണയുടെ വായിൽ നിന്നും ED ഉദ്യോഗസ്ഥർക്ക് കേട്ടില്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു നീക്കത്തിലേക്ക്, കടുത്ത നടപടികളിലേക്ക് കടന്നാൽ അത് പിണറായി വിജയനും അതോടൊപ്പം തന്നെ CPMനും അത് വലിയൊരു പാരയായി അല്ലെങ്കിൽ തലവേദനയായി മാറും. കൂടാതെ പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവ് എന്ന കസേരയും കൂടി ഒരു ഇളക്കമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ബാലഗോപാൽ ആ കസേരയെ കയറാൻ വേണ്ടി എണ്ണ തേച്ച് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ബാലഗോപാൽ എന്ന് പറയുന്നത്. അപ്പോൾ നാളെ പിണറായി വിജയനും അതോടൊപ്പം തന്നെ മകൾക്കും അത് നാളെ ഒരു നിർണായകമായ ഒരു ദിവസമാണ്. കേരള രാഷ്ട്രീയം കാതോർത്തിരിക്കുകയാണ് എന്ത് സംഭവിക്കും, അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമോ എന്ന്. കാരണം ED നമ്മളെ വേട്ടയാടുന്നു, നരേന്ദ്രമോദി വേട്ടയാടുന്നു, അമിത്ഷാ വേട്ടയാടുന്നു, കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു എന്നുള്ള സ്ഥിരം ക്യാപ്സ്യൂളുകളൊന്നും തന്നെ ഇതിൽ പണി പോകില്ല. കാരണം കൃത്യമായി ED തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് 50 ലക്ഷം രൂപ വീണയ്ക്ക് കിട്ടിയത്. അതിൻ്റെ ഒരു ഉത്തരവ് കൃത്യമായി കിട്ടിയാൽ മതി, ബാക്കി പിന്നെ നമ്മൾ നിങ്ങളെ ശല്യം ചെയ്യാൻ വരില്ല എന്ന് ED തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടാത്തിടത്തോളം കാലം കേന്ദ്ര ഏജൻസികൾ ഇവരുടെ തലയുടെ മുകളിൽ ഇങ്ങനെ ഈ ഡ്രോൺ വട്ടമിട്ട് പറക്കുന്നത് പോലെ, പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് പോലെ പറന്നുകൊണ്ടേയിരിക്കും.